വീണ്ടും തളർത്തു എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ സുസ്മിത MSc പഠിക്കുന്ന സമയം പല കല്യാണ ആലോചനകളും വന്നു. അതെല്ലാം അർച്ചന അപ്പച്ചി വളരെ തന്ത്രപൂർവ്വം ഉഴപ്പിവിട്ടു. അവരുടെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. തൻ്റെ മകനെ കൊണ്ട് സുസ്മിതയെ വിവാഹം കഴിപ്പിക്കുക, അതുവഴി എല്ലാം തൻ്റെ കയ്യിൽ സുരക്ഷിതം. അങ്ങനെ അനിരുദ്ധൻ്റെ അടുത്ത് ഒരു ദിവസം അർച്ചന ഈ വിഷയം അവതരിപ്പിച്ചു. ഒന്നിലും ഒരു താല്പര്യവുമില്ലാത്ത അനിരുദ്ധൻ നീ എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്ന ഒന്നിനും പ്രതീക്ഷിക്കരുത്. അതറിഞ്ഞതു മുതൽ സുസ്മിത മനസ്സിലാക്കി താനൊരു കെണിയിൽ അകപ്പെടുകയാണെന്ന്. ഒരു ദിവസം അർച്ചന അപ്പച്ചി സുസ്മിതയോട് പറഞ്ഞു, ആദർശും മോളുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുവാൻ പോവുകയാണെന്ന്. തനിക്ക് ആദർശിനെ ഇഷ്ടമാണോ എന്ന് പോലും അവർക്കറിയണ്ട. അവർ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇല്ല അപ്പച്ചി, എനിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട, ഒരു ജോലി കിട്ടിയിട്ട് മതി. ആ വിവരം പൊടിപ്പും തൊങ്ങലും വെച്ച് അർച്ചന അനിരുദ്ധനെ അറിയിച്ചു. കേട്ടതും മദ്യലഹരിയിലായിരുന്ന അനിരുദ്ധൻ സുസ്മിതയെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു. ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അച്ഛൻ തന്നെ ആദ്യമായി തല്ലിയപ്പോൾ ശരീരത്തിനല്ല മനസ്സിനാണ് വേദനിച്ചത്. അധികം താമസിയാതെ തന്നെ വിവാഹ നിശ്ചയം നടത്തണം അപ്പച്ചി അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു. ഒരുമാതിരി നോട്ടവും ചിരിയുമായി ആദർശ് ഇടയ്ക്കിടെ സുസ്മിതയുടെ ശല്യം ചെയ്യുവാൻ തുടങ്ങി. ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എല്ലാവരും കൂടി ഒത്തുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇവിടെ താമസിച്ചാൽ പറ്റുകയില്ല എന്ന് മനസ്സിലുറപ്പിച്ചു. തനിക്കിവിടെ ആരുമില്ലാതായിരിക്കുന്നു. അത്യാവശ്യം വസ്ത്രങ്ങളും മറ്റുമായി വെളുപ്പിനെ 5 മണിയായപ്പോൾ ആരും അറിയാതെ അവിടെ നിന്നിറങ്ങി. ഇറങ്ങാൻ നേരം അവൾ ഒരു കത്തെഴുതി വെച്ചിരുന്നു. ഇനി എന്നെ ആരും അന്വേഷിക്കേണ്ട, ഇനി എനിക്കിവിടെ ആരുമില്ല എന്ന് മനസ്സിലായി, ഞാൻ പോകുന്നു എന്ന് മാത്രം. അവിടെ നിന്നിറങ്ങിയ സുസ്മിത അമ്മയുടെ ആങ്ങളയുടെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹം സ്നേഹത്തോടെ സ്വീകരിച്ചു. പക്ഷേ അമ്മായി അവർ അത് അംഗീകരിച്ചില്ല. പണമില്ലാഞ്ഞിട്ടോ സ്വത്തുക്കളില്ലാഞ്ഞിട്ടോ അല്ല, നാളെ ഇതൊരു ബാധ്യതയാകുമോ എന്നോർത്ത്. പക്ഷേ അമ്മാവൻ ബുദ്ധിമാനായിരുന്നു. അമ്മായിയുടെ മുൻപിൽ ഭാര്യാഭക്തൻ കളിച്ചിട്ട് സുസ്മിതയെ അവിടെ നിന്നും ഇറക്കി വിട്ടു. പക്ഷേ അത് അദ്ദേഹം നേരത്തെ തന്നെ സുസ്മിതയെ ധരിപ്പിച്ചിരുന്നു. എന്തു ചെയ്യാനാ മോളെ, കുടുംബമായി പോയില്ലേ, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മോളെ ഞാനൊരു ഹോസ്റ്റലിലാക്കാം, ഫീസൊക്കെ അമ്മാവൻ നോക്കിക്കൊള്ളാം, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ ഹോസ്റ്റൽ ജീവിതം തുടങ്ങി. അവിടെ നിന്നുകൊണ്ടാണ് ബാക്കി പഠനം പൂർത്തിയാക്കിയതും ടെസ്റ്റുകളിലും പലതെഴുതി അവസാനം 25-ാമത്തെ വയസ്സിൽ സർക്കാർ സർവീസിൽ അധ്യാപികയായി കയറിക്കൂടി. ആര് ചോദിച്ചാലും വിവാഹം കഴിച്ചെന്നേ അവൾ പറയുകയുള്ളൂ. അതാണ് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം എന്നാണ് അവൾ പറയുന്നത്. പിന്നീട് ഒരിക്കലും വീട്ടിലേക്കോ അമ്മാവൻ്റെ വീട്ടിലേക്കോ അവൾ പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം 10-40 വയസ്സായി. ഈ 15 കൊല്ലവും എല്ലാ അവധി ദിവസങ്ങളും എല്ലാവരും നാട്ടിൽ പോകും, വീട്ടിലൊക്കെ പോകും. അവൾ മാത്രം ഏകയായി ഹോസ്റ്റലുകളിൽ നിന്നും ഹോസ്റ്റലുകളിലേക്ക് താമസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിഭാഗവും നിവൃത്തിയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനും അനാഥാലയങ്ങൾ തോറും സന്ദർശിക്കുകയും ചെലവ് ചെയ്തും അതൊക്കെയാണ് അവളുടെ സന്തോഷം. ഞാൻ പലപ്പോഴും വിലക്കാറുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം ഡോക്ടർ നന്ദിനി ചോദിച്ചു, അച്ഛൻ ഒരിക്കൽ പോലും അന്വേഷിച്ച് വന്നിട്ടില്ല? ഇല്ല, ഒരു വിവരവുമില്ല. നന്ദിനി ബാഗിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് ശ്യാമയെ കാണിച്ചു. ഇതാരാണെന്നറിയാമോ? ശ്യാമ ഉടനെ പറഞ്ഞു, ഇത് സുസ്മിതയല്ലേ, ഇതെവിടെ നിന്ന് കിട്ടി? നന്ദിനി പറഞ്ഞു, ഇതാണ് സേതു. ശ്യാമ ഞെട്ടിപ്പോയി. ഒരു കടുകിട വ്യത്യാസം പോലും സുസ്മിതയും സേതുവും തമ്മിൽ ഇല്ല. ഇതെന്ത് മറിമായം? അതുകൊണ്ടാണ് എൻ്റെ മകൻ പ്രതാപ് അന്ന് അങ്ങനെ പെരുമാറിയത്. അടുത്ത ഭാഗമായി വീണ്ടും